കൃപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആരാണ് ഒരു ഭാഗ്യവാൻ, ആരാണ് ഒരു ഭാഗ്യവതി? ഭാഗ്യവാന്റെയും ഭാഗ്യവതിയുടെയും നിർവചനം ചരിത്രത്തിൽ ഓരോ സമയത്തും ഓരോ വിധത്തിലാണ് മനുഷ്യർ വ്യാഖ്യാനിക്കുന്നത്. പണ്ട് കാലത്ത് കേരളത്തിൽ സാധാരണക്കാരായ മനുഷ്യർ ഒരു ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ കരുതുന്നത് ദുബായിൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കി നല്ലൊരു കൂളിംഗ് ഗ്ലാസുമായി ഇറങ്ങി വരുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇതാ ഭാഗ്യപ്പെട്ട മനുഷ്യൻ വരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഗൾഫ് നാടുകൾ കൊണ്ട് അത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ മനുഷ്യർ കരുതി, ഇതാ അമേരിക്കയിലോ UK ഓസ്ട്രേലിയയിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി ധനമുണ്ടാക്കി വരുന്ന മനുഷ്യനാണ് ഒരു ഭാഗ്യപ്പെട്ട മനുഷ്യനെന്ന്. പക്ഷെ കുറേ കൂടി കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യന് മനസ്സിലായി, ധനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭാഗ്യവാൻ്റെ ഡെഫിനിഷൻ വീണ്ടും മാറ്റി. സഹോദരങ്ങളെ, ധനം കൊണ്ട് ഭാഗ്യവാനെ നിർവചിക്കുന്നവരുണ്ട്, പഠനം കൊണ്ട് ഭാഗ്യവാനെ നിർവചിക്കുന്നവരുണ്ട്, ഒരുപാട് മക്കളും പറമ്പും ഒരുപാട് സമൃദ്ധി ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബം ഭാഗ്യപ്പെട്ടത് എന്ന് നിർവചിക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ ഭാഗ്യവാന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ തിരുവചനം. ആരാണ് ഭാഗ്യവതി? കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണത്. കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് പരിപൂർണമായി വിശ്വസിച്ചവളാണ് ഭാഗ്യവതി. അപ്പോൾ ഭാഗ്യവതിയുടെ കയ്യിലെ, ഭാഗ്യവാൻ്റെ കയ്യിലെ ഒരു ആയുധമുണ്ട്. ആ ആയുധമാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 നമ്മൾ വായിക്കുന്നത്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഈ ഭാഗ്യവാൻ്റെ അല്ലെങ്കിൽ ഭാഗ്യവതിയുടെ നിർവചനം കർത്താവ് ബൈബിളിൽ പറയുന്നത് പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ടാണ്. കർത്താവ് പറയുന്നത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന്. സാധാരണയായി യഹൂദരുടെ ഇടയിൽ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് 18-ാമത്തെ വയസ്സിലും സ്ത്രീകൾ 13-ാമത്തെ വയസ്സിലുമാണ്. 14-ാമത്തെ വയസ്സിലാണ് പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിലേക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാ ഒരു ദിവസം സാധാരണ പട്ടണമായ ഗലീലയിലെ നസ്രത്ത് എന്നുള്ള പട്ടണത്തിൽ കഴിയുന്ന കൗമാരക്കാരിയായ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് ദൂതൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഓ നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. സഹോദരങ്ങളെ, ഈ അഭിവാദനം കേട്ട ഉടനെ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അവൾ അസ്വസ്ഥമായി. കാരണം അവൾക്ക് മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. പ്രത്യേകിച്ചും ദൂതനിൽ ശ്രേഷ്ഠനായ ഗബ്രിയേൽ തൻ്റെ മുമ്പിൽ വന്ന് തന്നെ അഭിവാദനം ചെയ്യാൻ താൻ ആരാണ്, തനിക്ക് അനർഹമായ എന്തോ കടന്നു വരുന്നു എന്നുള്ള ചിന്തയിലായിരിക്കണം അവൾ ഭയങ്കരമായി അസ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ ഇതാ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നീ അസ്വസ്ഥമാകേണ്ട, കാരണം നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും. നീ ഒരിക്കലും ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വളരെ വലിയവനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ ആധിപത്യം സ്ഥാപിക്കും. വീണ്ടും പറയുകയാണ്, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. സാധാരണക്കാരിയായ മറിയത്തിന് ഒരു പിടിയും കിട്ടിയില്ല. അവൾ ഉടനെ ചോദിച്ചു, ഓ ദൂതാ, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? കർത്താവ് പറഞ്ഞു, ദൂതനിലൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. സഹോദരങ്ങളെ, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഇതാണ്. കർത്താവ് പറഞ്ഞത്, ദൂതനിലൂടെ പറഞ്ഞത് അവൾ ഒരേ സമയം ഹൃദയത്തിലും ഒരേ സമയം ഉദരത്തിലും സ്വീകരിച്ചു. അവൾ പുരുഷബന്ധമില്ലാതെ ഗർഭിണിയാകുന്നു, കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഓർക്കണം, കർത്താവ് ഒരു കാര്യം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ, ഒരു സമൂഹത്തിൻ്റെ മേൽ നൽകിയാൽ, ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കണമെങ്കിൽ ഏതൊരു വ്യക്തിയും കാത്തുസൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിൻ്റെ ദണ്ട്,
വിശ്വാസത്തിൻ്റെ വടി ഒരിക്കലും കൈവിടാതെ കൊണ്ടു നടക്കണം. ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ വടി വളരെ ശക്തമായി കൊണ്ടു നടന്ന ഏറ്റവും വലിയ ജനനേതാവായിരുന്നു മോസസ്. 400 വർഷക്കാലം ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനതയെ മോചിപ്പിക്കുകയാണ്. എവിടേക്ക്? കാനാൻ ദേശത്തേക്ക്. തേനും പാലും ഒഴുകുന്ന അനുഗ്രഹീതമായ കാനാൻ ദേശത്തേക്ക് ജനതയെ നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, എന്നാൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല, പുറകോട്ട് പോകാനും പറ്റുന്നില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ ഫറവോയുടെ നേതൃത്വത്തിൽ വീണ്ടും ഈജിപ്തിലെ നേതാക്കന്മാർ ഇവരെ പിടികൂടാനായിട്ട് വരുന്നു. മുമ്പിലേക്ക് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ജലസാഗരമാണ്, കടലാണ്. ഒരു വിധത്തിലും പിടിയില്ല. പെട്ടെന്നിതാ വിശ്വാസത്തിൻ്റെ ദണ്ട് അവൻ കയ്യിലെടുത്തു. കാരണം അവനറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ദണ്ട് സ്നേഹപൂർവം അവൻ എടുത്ത് ഉയർത്തുകയാണ്. എന്തിനു നേരെ? കടലിന് നേരെ. കടലിന് നേരെ ഉയർത്തിയപ്പോൾ മതിൽക്കെട്ട് പോലെ 2 ഭാഗങ്ങളിലും ജലസാഗരം ഉയർന്നുവെന്നും അവർ വളരെ സന്തോഷപൂർവം ദേശം താണ്ടി അപ്പുറത്തേക്ക് കടന്നുവെന്നുമാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർ കടന്ന ഉടനെ തന്നെ ദൈവം അവർക്ക് പ്രത്യക്ഷത്തിൽ ഭാഗ്യകരമായി ഒന്നും കൊടുക്കുന്നില്ല. അവരെവിടേക്കാണ് പോയതെന്നറിയാവോ? അവർ വീണ്ടും അലയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. അവർ ചിന്തിച്ചു, അപ്പുറത്താണെങ്കിൽ ഭക്ഷണമുണ്ടായിരുന്നു, ഇവിടെയാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാനില്ല, മരുഭൂമിയിലാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏതൊരു ഭാഗ്യപ്പെട്ട കുടുംബത്തിൻ്റെ പിന്നിലും, ഏതൊരു ഭാഗ്യപ്പെട്ട സമൂഹത്തിൻ്റെ പിന്നിലും പ്രത്യക്ഷത്തിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഏതൊരു ഭാഗ്യപ്പെട്ട കുടുംബത്തിൻ്റെ പിന്നിലും, ഏതൊരു ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ പിന്നിലും പ്രത്യക്ഷത്തിൽ നിർഭാഗ്യകരമായ ഏറെ കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് ഒരു ഉദാഹരണം മാത്രം എടുക്കാം. രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും വന്ധ്യത എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. സന്താന സൗഭാഗ്യത്തിന് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാവോ, ഇസ്രായേലിൽ സന്താന സൗഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ദൈവശാപത്തിൻ്റെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന പശ്ചാത്തലമാണെന്നുള്ളത്. എന്നാൽ രക്ഷാകര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും വന്ധ്യത ഒരു പ്രശ്നമായിരുന്നു. ഏതെല്ലാം കുടുംബങ്ങളിലായിരുന്നു അതുണ്ടായിരുന്നത്? അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു. ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക വന്ധ്യയായിരുന്നു. യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ വന്ധ്യയായിരുന്നു. സാംസന്റെ അമ്മ വന്ധ്യയായിരുന്നു. സാമുവേലിൻ്റെ അമ്മ വന്ധ്യയായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ അമ്മ വന്ധ്യയായിരുന്നു. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ അമ്മ വന്ധ്യയായിരുന്നു. നോക്കുക, ഒരുപാട് സമൃദ്ധിയിലേക്ക് വളരേണ്ട ഒരു കുടുംബം, ഭാഗ്യപ്പെട്ടവരായി വിശേഷിപ്പിക്കപ്പെടേണ്ട കുടുംബങ്ങൾ, ജീവിതങ്ങൾ ഇതാ വന്ധ്യത എന്ന് പറയുന്ന പ്രത്യക്ഷത്തിൽ നിർഭാഗ്യകരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അബ്രാഹത്തിലേക്ക് വരിക. ദൈവം അബ്രാഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന്, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമെന്ന്. എന്നാൽ ഓർക്കണം, പ്രതീക്ഷയുടെ പുത്രനായ ഇസഹാക്ക് ജനിക്കുന്ന നേരത്ത് അബ്രാഹത്തിന് 100 വയസ്സ് പ്രായമുണ്ട്. സഹോദരങ്ങളെ, ഓർക്കുക, പ്രത്യക്ഷത്തിൽ നിർഭാഗ്യകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരാളെ കടത്തിക്കൊണ്ട് പോയതിന് ശേഷം മാത്രമാണ് ദൈവം ഭാഗ്യപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ഉയർത്തുന്നത്. അപ്പോൾ അത്രയും കാലം അബ്രാഹത്തെയും സാറയെയും നോക്കിക്കൊണ്ട് നിർഭാഗ്യകരമായൊരു കുടുംബമെന്നും നാശകരമായൊരു കുടുംബമെന്നും ജനം വിധി എഴുതി. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 1:45 ഇതാ കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ, കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവൻ നിശ്ചയിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ദണ്ട്
നമ്മളെപ്പോഴും നമ്മുടെ ഇടനെഞ്ചിനോട് ചേർത്ത് വെക്കണം. പ്രത്യക്ഷത്തിൽ നിർഭാഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്ന നേരത്തും സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ ദണ്ട് നമ്മൾ മുറുകെ പിടിക്കാൻ മറന്നു പോകരുത്. നമുക്കറിയാം, ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന കാലമാണ്. കണ്ടാലേ വിശ്വസിക്കൂ, ദൃശ്യമായതിലേ അവർ വിശ്വാസം അർപ്പിക്കൂ, മാറി മറയുന്നതിലേ അവർ വിശ്വാസം അർപ്പിക്കൂ. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ദൃശ്യമായതിലല്ല ഞങ്ങളുടെ കണ്ണുറപ്പിച്ചിരിക്കുന്നത്, ഞങ്ങൾ കണ്ണുവെച്ചിരിക്കുന്നത് അദൃശ്യമായതിലാണ്. ഞങ്ങൾ കണ്ണുവെച്ചിരിക്കുന്നത് കടന്നുപോകുന്ന നശ്വരമായ ചില കാര്യങ്ങളിലല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത അനശ്വരമായ കാര്യങ്ങളിലാണ് എന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം ഭാഗ്യപ്പെട്ടതാണോ ഭാഗ്യപ്പെട്ടതല്ലയോ എന്ന് എങ്ങനെ വിധി എഴുതും? ഒരുപക്ഷെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു കഥ ഈ സമയം ഒരുപാട് സഹായിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ കഥയുടെ ടൈറ്റിൽ തന്നെ കപ്യാർ എന്നാണ്. നമ്മുടെ നാട്ടിലെ ഫൊറോന പള്ളിയിലെ ഒരു വികാരിയച്ഛൻ ഒരു ഓർഡർ ഇട്ടു. ഓർഡർ ഇങ്ങനെയാണ്: തൻ്റെ ഫൊറോനയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലെയും കുരിശു പള്ളികളിലെയും കപ്യാരുമാർ ഇതാ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ മിനിമം വിദ്യാഭ്യാസമുള്ളവരായിരുന്നു കപ്യാരുമാർ. ഇന്ന് വലിയ വലിയ ആളുകളും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും മുതിർന്ന ഒരുപാട് ആളുകൾ കപ്യാർ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ഇരിക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ഫൊറോന വികാരിയച്ഛൻ ഇങ്ങനൊരു ഓർഡർ ഇടുന്നത്. ഒരുപാട് പേര് രാവും പകലും കിണഞ്ഞ് പരിശ്രമിച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ആമേൻ എന്ന് പറയാൻ വേണം, പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനമെന്ന് പറയാൻ വേണം, ആശംസകൾ അർപ്പിക്കാൻ വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. എന്നാൽ നമ്മുടെ ഒരു കക്ഷി, ഒരു കപ്യാർ മാത്രം ഇംഗ്ലീഷ് പഠിച്ചില്ല. പുള്ളി പല പ്രാവശ്യം ശ്രമിച്ച്, പക്ഷെ പല പ്രാവശ്യം ഫെയിലുമായിപ്പോയി, ഒരു രക്ഷയില്ല. അപ്പോൾ ബാക്കി കപ്യാരുമാരെല്ലാവരും കൂടി പറഞ്ഞു, ഓ ഭാഗ്യം കെട്ട കപ്യാർ, നിൻ്റെ ജോലി പോയത് തന്നെ. നിശ്ചയിക്കപ്പെട്ട ദിവസം ഫൊറോന വികാരിയച്ഛൻ വന്ന് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ നിർഭാഗ്യവാനായ കപ്യാർ ഈ കപ്യാർ കളിയിൽ നിന്നും പുറത്തായി. സഹോദരങ്ങളെ, തൻ്റെ കുരിശുപള്ളിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഓ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കപ്യാർ ജോലി പോയി. എനിക്ക് ആകെ അറിയാവുന്നൊരു ജോലി കപ്യാർ ജോലി മാത്രമാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ മനുഷ്യനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം ഒരു നിർദ്ദേശം എന്നതുപോലെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്, ഒരു പ്രചോദനം കൊടുക്കുന്നത്. പ്രചോദനം എങ്ങനെയാണ്? പള്ളിയുടെ മുമ്പിൽ സാധിക്കുമെങ്കിൽ ഒരു കൊച്ചു പെട്ടിക്കട തുടങ്ങുക. അങ്ങനെ അദ്ദേഹം ഒരു പെട്ടിക്കട ആരംഭിച്ചു. പെട്ടിക്കടയിൽ അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും കുറച്ച് ചായ പലഹാര സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവാലയത്തിൽ പോകുന്നവരും പോയി മടങ്ങിപ്പോകുമ്പോഴും അവരവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞു. നമ്മുടെ കപ്യാരന് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പുള്ളി നോക്കിയപ്പോൾ കുറേ കൂടി ഇറച്ചിയും മറ്റ് മത്സ്യ കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടി വെക്കുകയാണെങ്കിൽ ആളുകൾക്ക് വാങ്ങി സുഖകരമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹം 2 ജോലിക്കാരെ കൂടി എടുത്തു. കട അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് വളരുകയാണ്. സൂപ്പർ മാർക്കറ്റായി നമ്മുടെ കപ്യാർ അതിൻ്റെ മാനേജറുമായി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ നേതാവായി നമ്മുടെ കപ്യാർ മാറി. ഇന്ത്യ കൊണ്ട് അവസാനിച്ചില്ല. അദ്ദേഹം നാളുകൾ കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായ ന്യൂയോർക്ക് സിറ്റിയിൽ തൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നയിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് CNN എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിലെ മേധാവികൾ വന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തി. ഇദ്ദേഹത്തോട് ചോദിച്ചു, ഓ താങ്കൾ ഒരു സാധാരണ കപ്യാരായിരുന്ന ഇയാൾ ഇത്ര വലിയൊരു പൊസിഷനിലേക്ക് എത്തിയത് എന്തുമാത്രം വലിയൊരു കാര്യമാണ്, എന്തുമാത്രം വലിയൊരു കാര്യമാണ്. എന്നിട്ട് അവർ ചോദിച്ചു പല ചോദ്യങ്ങളുടെ ഇടയിൽ, താങ്കൾ ഒരു പ്രാദേശികമായ ഒരു ലോക്കൽ റീജിയണൽ ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് ഇത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയിരുന്നെങ്കിൽ, ചെറുപ്പത്തിൽ കുറച്ച് ഇംഗ്ലീഷ് എങ്ങാൻ പഠിച്ചെങ്കിൽ താങ്കൾ ആരാകാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് അയാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ അന്ന് കുറച്ച് ഇംഗ്ലീഷ് എങ്ങാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു കപ്യാരായി
തുടരേണ്ടി വരുമായിരുന്നുവെന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു. നാളുകൾക്ക് മുമ്പ് എന്നെക്കുറിച്ച് എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യം എങ്ങനെയാണ്? മോനെ, നീ കപ്പ്യാരായിട്ടൊന്നും തുടരേണ്ട ആളല്ല. അപ്പോൾ ഇത് പറയുന്ന നേരത്ത് ഈ കപ്പ്യാറിന് വിദ്യാഭ്യാസമില്ല സഹോദരങ്ങളെ, ഈ കപ്പ്യാറിന് യോഗ്യതകളില്ല. മോനെ, നീ വലിയ ഒരു സ്ഥാനത്തിരിക്കേണ്ടതാണ് എന്ന് ഏതോ ഒരു പ്രവാചകനിലൂടെ ഈ കപ്പ്യാരുടെ കാതുകളിൽ ഓതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കപ്പ്യാരത് മറന്നു കളഞ്ഞ്. കാരണം അദ്ദേഹം നോക്കിയപ്പോൾ അതിലുള്ള യാതൊരു സാധ്യതയും കാണാനില്ല. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഞാനും നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യവതിയുമായി മാറുക തന്നെ ചെയ്യും. ഞാൻ ഓർക്കുന്നു, ടെക്സസിലെ ഒരു സ്ത്രീ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു സ്ത്രീയാണ്. അവരുടെ കുഞ്ഞിന് ലുക്കേമിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്താണ്. അവർ ആകെ തകർന്നു പോയി. കാരണം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ഒരുപാട് വിശ്വാസവും ചൈതന്യവും തീക്ഷ്ണതയും കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. ആ കുടുംബം എല്ലാ വിധത്തിലും തകർന്നു പോയി. തൻ്റെ ഈ സന്താനത്തിന് ഇതുപോലൊന്ന് സംഭവിച്ചല്ലോ എന്നോർത്ത് അവർ വിഷമിച്ചു. അവർ നിലവിളിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്നറിയാവോ? അവർ ഇങ്ങനെ നിശ്ചയിച്ചു, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ എൻ്റെ കുഞ്ഞിന് ജീവൻ വീണ്ടെടുത്ത് തരും വരെയും, എൻ്റെ കുഞ്ഞിന് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദാനം എൻ്റെ കാതുകളിൽ ഓതിത്തരും വരെയും ഞാൻ ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനം അവളെടുത്തു. സഹോദരങ്ങളെ, അവളുടെ തീരുമാനം സ്വർഗത്തിൻ്റെ അംഗീകാരത്തിന് വഴിമാറി. നിങ്ങൾക്കറിയാവോ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ കുഞ്ഞ് പരിപൂർണമായി ക്യാൻസറിൽ നിന്ന് മോചിക്കപ്പെട്ട് അനുഗ്രഹീതയായി മുന്നേറുന്നുവെന്നാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഷാലോം ടൈംസിൽ അവർ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഓർക്കുക, വിശ്വാസത്തിൻ്റെ ദണ്ഡ് നിങ്ങളുടെ കൈകളിൽ എന്നതുപോലെ എൻ്റെ കൈകളിലുമുണ്ട്. വിശ്വാസത്തിൻ്റെ ദണ്ഡ് എല്ലാ വിശ്വാസികളുടെ കൈകളിലുമുണ്ട്. എന്നാൽ അവർ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസപ്പെടുത്തുന്നത്. നിങ്ങളെ എന്നെയും ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയുമാക്കി മാറ്റുന്നത് വിശ്വാസത്തിൻ്റെ ദണ്ഡിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. ഒരാളെ കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിൽ സഹനദാസനായി ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തി ജോബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏറെ സഹനങ്ങളിലൂടെ കടന്നുപോയി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുടുംബം ഭാഗ്യപ്പെട്ട കുടുംബമാവുകയുള്ളൂ. ഏതെല്ലാമാണ് ആ 3 കാര്യങ്ങൾ? 1, സന്താന സൗഭാഗ്യമുണ്ടാകണം. 2, ധാരാളം ആടുമാടുകൾ ഉണ്ടാകണം. 3, ദൈവ സാന്നിധ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന നേരത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് അവർക്ക് അനുഭവിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, ജോബ് എന്ന് പറയുന്ന നീതിമാനായ വ്യക്തിയിൽ നിന്ന് ഈ 3 കാര്യങ്ങളും എടുക്കപ്പെട്ടു. ആടുമാടുകളെ ശത്രുഗണം വന്ന് കൊന്നൊടുക്കി. മക്കളെ കീഴടക്കുക മാത്രമല്ല, അവരെ കൊന്നൊടുക്കി. ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞ് ജോബിൻ്റെ 3 സുഹൃത്തുക്കളും വന്ന് പറഞ്ഞു, നീ എന്തോ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തിനെതിരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ വിളിക്കുമ്പോൾ ദൈവ സാന്നിധ്യമില്ലാതെ പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടാത്തത് അതുകൊണ്ടാണ്. മാത്രമല്ല, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, രോഗം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വന്തം ഭാര്യ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഓ മനുഷ്യ, താങ്കൾ ഇപ്പോൾ ആരാധിക്കുന്ന ദൈവത്തെ മാറ്റിവെച്ച് വല്ല ബാൽദേവൻ്റെയും പിന്നാലെ പോവുക, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജോബ് പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഞാൻ നഗ്നനായിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. എൻ്റെ ദൈവമാണ് എനിക്ക് എല്ലാം തന്നത്, ദൈവമാണെല്ലാം എടുത്തത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസം ഒരിക്കലും കൈവിടാതെ ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ അത് വലുതായി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് അവന് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയാവോ? ജോബിന് 42 അധ്യായങ്ങളുണ്ട് ആ പുസ്തകത്തിൽ. 42-ാമത്തെ അധ്യായം അവസാന വാചകങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്?
എന്തെല്ലാം ജോബിന് നഷ്ടമായോ അത് ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. 7000 ആടുകളാണ് ശത്രുഗണം കൊന്നൊടുക്കിയതെങ്കിൽ അത് 14,000 ദൈവം മടക്കി കൊടുത്തു. 3000 ഒട്ടകങ്ങളെയാണ് ശത്രുഗണം തകർത്തതെങ്കിൽ അത് 6,000 മടക്കി കൊടുത്തു. 2000 കഴുതകളെയാണ് ശത്രുഗണം കൊന്നൊടുക്കിയതെങ്കിൽ 4,000 ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല 10 മക്കളെയും ദൈവം മടക്കി കൊടുത്തു. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അവരുടെ മക്കളെപ്പോലെ, ജോബിൻ്റെ മക്കളെപ്പോലെ സുന്ദരിമാരായ പെൺകുട്ടികൾ ആ ദേശത്തെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പരിപൂർണമായ ആയുസ് പ്രാപിച്ച് 140 വയസ്സിലാണ് ജോബ് നിത്യതയിലേക്ക് മടങ്ങിപ്പോയത് എന്ന്. ജോബിനെ കുറിച്ച് 42 അധ്യായമായപ്പോൾ, അവസാന ഭാഗമായപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു, അതേ, ജോബ് ഭാഗ്യപ്പെട്ട മനുഷ്യനെന്ന്, ജോബ് അനുഗ്രഹീതനായ മനുഷ്യനെന്ന്, ജോബ് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനെന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യക്ഷത്തിൽ നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ നിർഭാഗ്യകരമായി കാണുന്നത് ഒന്നും നീ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്ന് നിശ്ചയിക്കാനുള്ള മാനദണ്ഡമല്ല. മറിച്ച് വിശ്വാസത്തിൻ്റെ ദണ്ട് എപ്പോൾ എനിക്ക് കൈമോശം വരുന്നുവോ അന്നു മുതൽ ഞാൻ നിർഭാഗ്യവാനാണ്. അതുകൊണ്ട് എന്ത് പ്രതീക്ഷ അറ്റുപോകുന്ന സമയത്തും, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന നേരത്തും വിശ്വാസം എപ്പോഴും കാത്തു സൂക്ഷിച്ച് മുന്നേറാനുള്ള കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. അങ്ങനെ ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുവാൻ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തേടാം. കർത്താവിനോടൊപ്പം, മറിയത്തോടൊപ്പം സഹോദരങ്ങളെ നമുക്കും പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, കർത്താവേ, നീ പറഞ്ഞത്, നീ അരുളി ചെയ്തത് വിശ്വസിച്ച ഞാൻ ഭാഗ്യവതിയായതുപോലെ തന്നെ എല്ലാവരും ഭാഗ്യപ്പെട്ടവരാകുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നാം എല്ലാവരും അണഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആരാധനയിലാണ്. വിശ്വാസിയുടെ കൈകളിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹീതമായ ആയുധമാണ് വിശ്വാസത്തിൻ്റെ ചെങ്കോൽ. മോശ അവന് കൊടുത്ത വിശ്വാസത്തിൻ്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവനെതിരെ ഉയർന്നു നിന്ന ചെങ്കടലിനെ വിഭജിച്ചത്. വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അബ്രാഹം 100-ാം വയസ്സിൽ ഒരു ശിശുവിന് ജന്മം കൊടുക്കുവാൻ പ്രാപ്തനായി മാറിയത്. വിശ്വസിച്ചാണ് അമ്മ മറിയം ഉദരത്തിൽ ശിശുവിനെ സ്വീകരിച്ചത്. വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ കൃപയും കാരുണ്യവും വർഷിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവരുടെ കൈകളിലാണ് ദൈവം തൻ്റെ ദാനങ്ങളുടെ സമൃദ്ധി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചകൻ ജനതകളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ സമൂഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്
വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ കാലയളവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു പ്രവൃത്തി നിങ്ങളുടെ കാലയളവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ദിവ്യകാരുണ്യ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ആ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുവാനുള്ളതാണ്. ഞങ്ങൾക്ക് അനുഗ്രഹീതമായൊരു ജീവിതമുണ്ടാകാൻ വേണ്ടിയുള്ളതാണ്. ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടിയാണത്, വിശ്വാസമാണത്. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് എല്ലാം അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ നിൻ്റെ സ്വന്തമാക്കി നീ മാറ്റണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് ഒത്തവിധം കർത്താവെ, അനുഗ്രഹീതമായ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പന്നമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. വിടുവിക്കും പ്രവൃത്തി അഗ്നി പോലെ നെറുകയിൽ മനസ്സിൽ കത്തിജ്വലിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദിവ്യകാരുണ്യ യേശുവേ, മാനുഷികമായി നോക്കിയാൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കളഞ്ഞ രോഗികൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ഭൗതികമായി നോക്കിയാൽ യാതൊരു വളർച്ചയ്ക്കും സാധ്യതയില്ലാത്ത വ്യക്തികൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഒരു അനുഗ്രഹീതമായ ഭാവി ജീവിതം ഞങ്ങൾക്കുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ദിവ്യകാരുണ്യ കർത്താവെ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മറിയം വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹീതമായൊരു പ്രവൃത്തി നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. നിന്റെ വീരപ്രവർത്തികൾ കൊണ്ട് ഈ കാലഘട്ടത്തെയും ഈ സംസ്കാരത്തെയും കർത്താവെ നീ രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു ശക്തിയുടെ മുന്നിലാണ് ഞങ്ങളെല്ലാവരും മുട്ടുകൾ മടക്കിയിരിക്കുന്നത്. ഭരണകൂടങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ രൂപപ്പെടുത്താൻ കഴിവുള്ള പ്രപഞ്ചത്തിൻ്റെ അധിനായകൻ്റെ മുമ്പിലാണ് ഞങ്ങളെല്ലാവരും മുട്ടുകൾ മടക്കിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നമുക്ക് വിശ്വസിക്കാം. കർത്താവെ, വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യപ്പെട്ടവരാകുവാൻ, ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ യേശുവിലേക്ക് ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ, വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വരദാനങ്ങൾ സമ്പാദിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. വിശ്വസിച്ചുകൊണ്ട് എല്ലാം സമർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ.
കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും